മൗനരാഗം ശരിക്കും പറഞ്ഞാൽ ലൈഫിനെ ഒരു വേറെ രീതിയിൽ തന്നെ ആക്കിയില്ലേ? ശരിക്കും പറഞ്ഞാൽ ആണ്, സത്യമാണ്. സോ എൻ്റെ ചേച്ചിമാർ രണ്ടുപേരും ആക്ട്രസ് ആണ് തമിഴില്. സോ അങ്ങനെ ഞാനും കയറി വന്നു. ഇപ്പം ഭയങ്കര സപ്പോർട്ട്, ഫാമിലി സപ്പോർട്ടൊക്കെ ഭയങ്കരമാണ്. ഒരമ്മ എന്നെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് അവർ നെർവസ് ആയി. കൈയൊക്കെ ഇങ്ങനെ അയ്യോ ഞാൻ ശരിക്കും കാണുന്നുണ്ടോ എന്തെങ്കിലും തൊട്ട് കട്ടിപ്പിടിക്കട്ടെ അങ്ങനെയൊക്കെ. പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആളുകൾ. അതെ. നോ നെഗറ്റിവിറ്റി ആരെങ്കിലും കൊണ്ടുവന്നാൽ അപ്പം അടിച്ചു പുറത്താക്കും. ഹലോ ആൻഡ് വെൽക്കം ടു മൂവിവെൽ മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഐശ്വര്യയാണ്. വെൽക്കം. ഹായ് ഐശ്വര്യ, how are you? Hello, I'm fine. How are you? Fine, super fine. ഐശ്വര്യനെ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും കല്യാണി പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഐശ്വര്യ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതെ. സ്റ്റിൽ ഐശ്വര്യ സംസാരിക്കുന്ന കാണുമ്പോഴത്തേക്ക് വണ്ടറടിച്ച് നിൽക്കുന്ന ആളുകളുണ്ടോ? ഓ ഇപ്പോഴും ഉണ്ട്. ഓ ശരിക്കും സംസാരിക്കുമോ? ഞങ്ങൾ വിചാരിച്ച ശരിക്കും ഊമയാണെന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. അങ്ങനെയൊക്കെ പറയും. ശരിക്കും പറഞ്ഞാല് ഈ മലയാളത്തിൽ ഡയലോഗ്സ് ഒന്നും ഇല്ല, ഫുൾ ടൈം ഇങ്ങനെ നിൽക്കാണ്. ബട്ട് സ്റ്റിൽ എങ്ങനെ ഇത്ര ഫാസ്റ്റ് ആയിട്ട് മലയാളം പഠിച്ചു? അത് എനിക്കൊരു പ്ലസ് ആയി. ആദ്യം വന്നപ്പോ എനിക്ക് ഒട്ടും മലയാളം അറിഞ്ഞൂടാ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഊമയായല്ലോ, അതുകൊണ്ട് എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. സോ ഞാൻ എല്ലാം ലേൺ ചെയ്തു കുറച്ച് വർഷമായിട്ട്. പിന്നെ സംസാരിക്കാനുള്ള ഇത് കിട്ടിയതിനു ശേഷം സംസാരിക്കാൻ തുടങ്ങി. എന്തായിരുന്നു ഫസ്റ്റ് ഡയലോഗ്? എന്തായിരുന്നു നമ്മുടെ മൗനരാഗത്തിലെ മലയാളത്തില്? മോണേ മോണേ. അതെ. ഇവര് ട്രോള് ചെയ്യാറുണ്ടോ ഐശ്വര്യയുടെ മലയാളത്തില്? ഞാൻ സംസാരിക്കുന്നത് ട്രോൾ ചെയ്യുന്നുണ്ടോ? മീൻസ് കൂടെ ഉള്ള ആൾക്കാരാണോ അല്ല പബ്ലിക് ആണോ? കൂടെ ഉള്ളവര്, നമ്മുടെ ഫ്രണ്ട്സ്. പിന്നെ ട്രോൾ ചെയ്യാതിരിക്കും. ഏറ്റവും കൂടുതൽ ആദ്യം ഞാൻ മലയാളം സംസാരിക്കാൻ തുടങ്ങിയപ്പോ എന്റെ പാരായിട്ടുള്ള കിരൺ നലീഫ് ഭയങ്കരമായിട്ട് എന്നെ ട്രോൾ ചെയ്ത്, എന്താടി നീ ഇങ്ങനെ സംസാരിക്കണം അങ്ങനെയൊക്കെ. ഞാൻ എപ്പോ അല്ലേടാ സംസാരിക്കാൻ തുടങ്ങിയത്, കുറച്ച് സമയം കൊടുക്ക. അങ്ങനെ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചു തന്നത് ആരാ ലാംഗ്വേജ്? പഠിപ്പിച്ചു തന്നതിന് അങ്ങനെ എല്ലാവരും കൂടെയും ഞാൻ അങ്ങനെ സംസാരിച്ച് അതങ്ങനെ ഞാൻ പഠിച്ചു. യൂഷ്വലി നമ്മൾ ഈ നോൺ മലയാളീസിനെ കാണുമ്പോൾ മലയാളീസിനുള്ള മെയിൻ സ്വഭാവം തെറ്റായിട്ടുള്ള എന്തെങ്കിലും വാക്കുകളൊക്കെ പറഞ്ഞു കൊടുക്കുക, എന്തെങ്കിലും കോമഡി ആയിട്ട്. അങ്ങനെ എന്തെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടോ? ഇല്ല. ഒരു പ്ലസ് എന്താന്ന് വെച്ചാൽ ഇവിടത്തെ ചീത്തവാക്കും തമിഴിന്റെ ചീത്തവാക്കും ഏകദേശം അതുകൊണ്ട് എനിക്ക് ചീത്തവാക്ക് പറയുന്നത് മനസ്സിലാവും. അതെ, അത് ചീത്തയാണ് എന്ന് മനസ്സിലാവും. അതെ. കല്യാണി എന്ന് വിളിക്കുന്നതാണോ അതോ ഐശ്വര്യ എന്ന് വിളിക്കുന്നതാണോ കൂടുതൽ ഇഷ്ടം? അല്ല, ഇപ്പൊ ആരെങ്കിലും കല്യാണി എന്ന് വിളിച്ചാൽ ഞാൻ തിരിഞ്ഞു നോക്കും, ഐശ്വര്യ വിളിച്ചാൽ തിരിഞ്ഞു നോക്കും. രണ്ടും ഇപ്പൊ യൂസ്ഡ് ആയി. അതെ. മൗനരാഗം ശരിക്കും പറഞ്ഞാൽ ലൈഫിനെ ഒരു വേറെ രീതിയിൽ തന്നെ ആക്കിയില്ലേ? ശരിക്കും പറഞ്ഞാൽ ആണ്, സത്യമാണ്. ഞാൻ ആദ്യമായിട്ട് മലയാളത്തില് ചെയ്ത സീരിയൽ മൗനരാഗമാണ്. തമിഴിന് അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്, കുറെ സീരിയൽസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അനദർ ലാംഗ്വേജ് ചെയ്യും. ആ സീരിയൽ 1500 എപ്പിസോഡ് ആവാൻ പോണ് ദിസ് മന്ത് എൻഡ്. സോ അത്രയും എപ്പിസോഡ് പോവും, ഇത്രയും സപ്പോർട്ട് കിട്ടും അനദർ ലാംഗ്വേജിൽ വന്നിട്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. അതൊരു ഭയങ്കര സന്തോഷമാണ് എനിക്ക് സ്റ്റിൽ ഓർമ്മയുണ്ട്, ആദ്യം മൗനരാഗത്തിന്റെ ഒരു പ്രമോ ചാനൽ വന്ന സമയത്ത് ഐശ്വര്യ ഒരു ധാവണി ഇട്ടിട്ട് ഇങ്ങനെ ഓടി വരുന്ന അങ്ങനെ ഒരു സംഭവമാണ്, പാവട ചട്ട. അതെ. അപ്പൊ ആണെങ്കിൽ ഇതുപോലെ വീട്ടിൽ പറയൂ കൊച്ചു കുട്ടി ഇത് ഏതാ ഈ മോള്? അപ്പൊ എല്ലാവർക്കും അങ്ങനെ ഒരു ഇമേജ് ആയിരുന്നു അല്ലേ? വന്നപ്പോ കൊച്ചുകുട്ടിയായിരുന്നു, 6 വർഷമായി വളർന്നു. അതെ. അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു? വന്നപ്പോ 19 വയസ്സായിരുന്നു. 19 കഴിഞ്ഞ് 20 തുടങ്ങി. അതെ. അപ്പൊ മലയാളി ഓഡിയൻസിന് അങ്ങനെ ഒരു ഭയങ്കര ഒരു സ്നേഹമുണ്ട്. അതെ. ആൾക്കാർ കമന്റ് ഒക്കെ ചെയ്യും, ഈ സീരിയൽ തുടങ്ങിയ സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു, ഇപ്പൊ എന്റെ കുഞ്ഞ് സ്കൂളിൽ പോവാൻ തുടങ്ങി, അങ്ങനെയൊക്കെ കമന്റ് ചെയ്യുന്ന ആളുണ്ട്. അതെ. ഈ ബാലാജി ചേട്ടനെ പ്രായമായിട്ടുള്ള അമ്മമാരൊക്കെ കണ്ടു കഴിഞ്ഞാല് വഴക്ക് പറയും, അടിക്കാൻ പോവും. പക്ഷെ അവരുടെ ആക്ടിങ് കണ്ട് ആദ്യം ഇങ്ങനെ ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ അവരുടെ അഭിനയം കണ്ടിട്ട് കുറെ ആൾക്കാർ എന്തൊരു അഭിനയമാണ്, അഭിനയത്തെ കുറിച്ചാണ് സംസാരിക്കാൻ തുടങ്ങി എല്ലാവരും. അതെ. നിങ്ങൾ തമ്മിലുള്ള ഒരു കോംബോ നമ്മള് ഓൺ സ്ക്രീൻ കാണുമ്പോഴത്തേക്ക് ഭയങ്കര അടിപിടിയാണ്, നമ്മൾ ഇതെന്തൊരു അച്ഛനാന്ന് ആലോചിച്ചു. ഓഫ് സ്ക്രീനിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു കോംബോ? ഓഫ് സ്ക്രീൻ എന്ന് വെച്ചാൽ ക്യാമറയുടെ മുമ്പ് തന്നെ, ക്യാമറ ഓൺ ആവുന്നതിന് മുമ്പ് പുള്ളിക്കാർ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇതിന് ഇങ്ങനെ റിയാക്ഷൻ കൊടുക്കുക, അടിപൊളിയായിരിക്കും, ഞാൻ ഈ ഷോട്ടിൽ എങ്ങനെയാണ് കൊടുത്തത്, ഇപ്പം ഞാൻ പോവും, അതുകൊണ്ട് ഞാൻ നിനക്ക് പറഞ്ഞു തരാം, നീ ഇങ്ങനെ റിയാക്ഷൻ കൊടുക്കുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. സോ അങ്ങനെ ഒരു ബോണ്ടിങ് ഉണ്ട്. മൗനരാഗത്തിൽ ആരാണ് ബെസ്റ്റ് ഫ്രണ്ട്?
എല്ലാവരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അങ്ങനെ പ്രത്യേകിച്ച് ഇവരാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്, അങ്ങനെയല്ല, എല്ലാവരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഓക്കെ, കേരളത്തിൽ ഇപ്പം വന്നിട്ടൊരു 6 years ആയി. ഇവിടെ എന്താണ് കേരളത്തിൽ what do you love the most എന്ന് ചോദിച്ചാൽ എന്ത് പറയും? എനിക്ക് ട്രിവാൻഡ്രം തന്നെ ഇഷ്ടമായി. സ്ഥലമാണ് ഇഷ്ടം. കേരളത്തിൽ എന്ത് കാര്യം കൂടുതൽ ഇഷ്ടം? കേരളത്തിൽ കൂടുതൽ ഇഷ്ടം ഗ്രീനറിയാണ്. ഗ്രീനറി. പിന്നെ കുറെ അമ്പലമുണ്ട്, ഞാൻ അമ്പലത്തിന്റെ ആളാണ്. എവിടെ പോയാലും അമ്പലത്തിൽ കയറും. സോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ട്രിവാൻഡ്രത്തിനല്ല കേരളത്തില് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു വൈബൊക്കെ. ഇവിടുത്തെ ഭക്ഷണം ഇഷ്ടമാണോ? ആ കാര്യം പറയണം. എന്റെ വീട്ടിലായാലും എന്റെ വീട്ടിൽ ഞാൻ തേങ്ങ ചേർത്താൽ ഫുഡ് കഴിക്കൂല. എനിക്ക് 2 ചേച്ചിമാരുണ്ട്. പിന്നെ അവരൊക്കെ കുഴപ്പമില്ല, അവരൊക്കെ അമ്മ ഉണ്ടാക്കിയത് എന്തോ അത് കഴിക്കും. പക്ഷെ എനിക്ക് തേങ്ങ ചേർത്ത ഒരു ഭക്ഷണവും എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് എനിക്ക് മാറ്റി വെച്ചിട്ടാണ് അവർ കുക്ക് ചെയ്യും തേങ്ങ ചേർക്കണമെങ്കിൽ. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ എന്റെ ചേച്ചി പറയൊക്കെ പറഞ്ഞു, എന്നെങ്കിലും നീ കഴിക്കാൻ സമ്മതിച്ചില്ലായിരുന്നല്ലോ, ഇപ്പൊ കണ്ട നിനക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണ്. കഴിക്കും, പക്ഷെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല. അപ്പൊ ഇവിടുത്തെ മോസ്റ്റ് ഓഫ് ദി ഡിഷസും ഇഷ്ടമില്ലായിരിക്കും. ഇഷ്ടമില്ലെന്നല്ല, എന്ന് പറയാൻ എനിക്ക് ഇഷ്ടമൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഐശ്വര്യയുടെ ഏറ്റവും വേസ്റ്റ് ചോക്ലേറ്റ് ബൗണ്ടി ആയിരിക്കും. ബൗണ്ടി എനിക്ക് ഇഷ്ടമില്ല. ഐശ്വര്യ ഏറ്റവും ദേഷ്യം വരുന്നത് ബൗണ്ടി തന്നാലായിരിക്കോ? ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് അത് മാത്രം മതി. ഏതാ ഫേവറേറ്റ് ചോക്ലേറ്റ്? ഏതാ? എനിക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാലേ ഫേവറേറ്റ് ആണ്. ഡാർക്ക് ചോക്ലേറ്റ് ആണ് കൂടുതൽ ഫേവറേറ്റ് എനിക്ക്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ വിചാരിക്കും ബൗണ്ടി കണ്ടുപിടിച്ചാളെ വെടിവെച്ച് ഷൂട്ട് ചെയ്യണം സ്പോട്ടില്. അതെ. അപ്പം അതുപോലെ തന്നെ ഇവിടെ ഈ പ്ലേസസിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ഇവിടെ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടം നമ്മുടെ നാട്ടില് കേരളത്തില് എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് മൗണ്ടൻസ് ഭയങ്കര ഇഷ്ടമാണ്. സോ സമയം കിട്ടുമ്പോൾ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ്സ് ഒക്കെ കൊണ്ട് കൊടുക്കാറുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. ഇങ്ങനെയൊക്കെ ചോദിക്കല് ആൾക്കാരൊക്കെ ഉണ്ട്. നെക്സ്റ്റ് ടൈം ചോദിക്കാം, എന്താണ് ഇനി ഒന്ന് കൊണ്ടുവരാത്ത? അങ്ങനെ അവിടെ നടിക്കാനൊക്കെ വരുന്നത് ഒന്നും കൊണ്ടുവരില്ല. കുക്ക് ചെയ്യും, ഞാൻ വീട്ടിൽ കുക്ക് ചെയ്യും. റയറായിട്ട് കൊണ്ടുവരും സെറ്റിലോട്ട്. റയറായിട്ട് കൊണ്ടുവരും. എന്താണ് ഐശ്വര്യന്റെ സ്പെഷ്യൽ? എന്താണ് കുക്കിംഗിലാണോ? കുക്കിംഗ് ഞാൻ വെജ് നോൺ വെജ് എല്ലാം കുക്ക് ചെയ്യും. പക്ഷെ ഞാൻ കുക്ക് ചെയ്തിട്ട് കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് മട്ടൻ ചുക്ക ആണ്. മട്ടൻ ചുക്ക എല്ലാവരും മാസ്റ്റർ പീസ്. മട്ടൻ ചുക്ക, പിന്നെ പൂണ്ട് കുഴമ്പെന്ന് പറയും. പൂണ്ട് കുഴമ്പ്, ഗാർലിക് ഗ്രേവി. തമിഴ്നാട്ടിന്റെ ഒരു ഇതാണ് പൂണ്ട് കുഴമ്പ്. സോ അത് എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മുടെ ഇവിടെ മൂവീസ് ഒക്കെ എങ്ങനെ, മലയാളം മൂവീസ് ഒക്കെ ഇഷ്ടമാണോ? ഞാൻ മലയാളം മൂവി കാണും. ഹൂ ഈസ് യുവർ ഫേവറേറ്റ് ആക്ടർ? ഫേവറേറ്റ് ആക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇവരാണ് ഇഷ്ടം അങ്ങനെ ഇല്ല. എല്ലാവരുടെ അഭിനയം ഇഷ്ടമാണ്. ഓരോരോ അഭിനയമല്ലേ കാണിക്കണേ. അത് കാണുമ്പോൾ നമുക്ക് ഇഷ്ടം. നമ്മള് ഐശ്വര്യയുടെ പേര് ഈ ബിഗ് ബോസിന്റെ പ്രഡിക്ഷൻ ലിസ്റ്റ് വന്നപ്പോഴത്തേക്ക് എന്നെ കുറെ ചാനലിലിരുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, യൂട്യൂബ് ചാനലിലിരുന്ന് ഇന്റർവ്യൂവിന് വേണ്ടി. ഐശ്വര്യ എങ്ങനെ പോണു? ഞാൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ലല്ലോ, ഞാൻ പോണക്കാര് അല്ല, ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഇങ്ങനെ പുറത്ത് പറയാൻ പാടില്ല, എന്നാലും കുഴപ്പമില്ല, ഐശ്വര്യ ഒന്ന് കൊടുക്ക്, ഇന്റർവ്യൂ കൊടുക്ക്, ഏത് എപ്പിസോഡിൽ ടെലികാസ്റ്റ് ആവണമെന്ന് പറ, അപ്പോൾ ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്തോളാം, ഒന്നും വിഷമിക്കണം. ഞാൻ അയ്യോ ശരിക്കും ഞാൻ പോകുന്നില്ല പറഞ്ഞു. അവർ വിശ്വസിക്കുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? പിന്നെ ഞാൻ വേറൊരു ഇന്റർവ്യൂ കൊടുത്തു, ഇങ്ങനെ ഞാൻ പോകുന്നില്ല. അതെ. ശരിക്കും ഐശ്വര്യക്ക് ഡൗട്ട് തോന്നി, ഇനി എന്നെ വിളിക്കുവോ വിളിക്കുവോന്നൊക്കെ ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അത്രയ്ക്കും ഇൻട്രസ്റ്റ് ഉണ്ടോ പോവാനായിട്ട്? എനിക്ക് എന്താന്ന് വെച്ചാൽ ഞാൻ ഇൻട്രവേർട്ട് ആണ്. എനിക്ക് ആൾക്കാരുടെ അടുത്ത് എനിക്ക് വഴക്ക് കൂടാനും വയ്യ. എനിക്ക് അങ്ങനെ പറ്റൂല. ഞാൻ അവിടെ പോയാൽ അവർ തന്നെ എന്നെ പുറത്താക്കും. ഇൻ കേസ് പോകുവാണെങ്കിൽ എത്ര ദിവസം അവിടെ നിൽക്കാനാ ചാൻസ്? അറിയില്ല. ഞാൻ പെട്ടെന്ന് ആൾക്കാരോട് മിങ്കിളാവുന്ന ആളല്ല. കുറച്ച് ടൈം എടുക്കും എനിക്ക്. സീസൺ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ ബിഗ് ബോസ് അങ്ങനെ കാണുന്ന ആളില്ല. തമിഴായാലും മലയാളം ആയാലും ഈ റീൽസ് ഒക്കെ കാണുമ്പോ ഏതെങ്കിലും വരുമല്ലേ, അങ്ങനെ കാണും. അല്ലാതെ കുത്തിയിരുന്ന് ടിവിയിലെ കാണുന്നത് അങ്ങനെ കാണാറില്ല. എന്താണ് ഐശ്വര്യയുടെ ഹോബീസ് ഒക്കെ? എന്തൊക്കെയാ
ഹോബീസ് എന്ന് പറയുമ്പോൾ ബുക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ പെയിന്റിങ് ചെയ്യാൻ ഇഷ്ടമാണ്. ശരിക്കും ഇതിലെ പോലെ പടം വരയ്ക്കോ? നമ്മുടെ സീരിയലിൽ ഏതെങ്കിലും ഡ്രോയിങ് റിയലിൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, നമുക്ക് സമയം കിട്ടൂല. ആൾറെഡി ആർട്ട് ഡയറക്ടർ എല്ലാം ചെയ്ത് വെച്ചിട്ട് സീൻ റെഡി ആവുമ്പോൾ നമ്മൾ അത് ടച്ച് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് പോലെ ചെയ്യും. അതാണ്, നമ്മളിരുന്ന് വരയ്ക്കാനുള്ള ആ സമയം കിട്ടൂലല്ലോ. അതെ 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 അതെ. സോന ഇല്ല ഇവിടെ, കുട്ടി പാറു. അപ്പൊ അവളുടെ കൂടെയുള്ള ഒരു കോംബോ എങ്ങനെയാണ്? അവളെന്നെ അമ്മ എന്നാണ് വിളിക്കും, ഐഷമ്മ അങ്ങനെയാണ് വിളിക്കും. നിങ്ങളൊരു റീല് ഞാൻ കണ്ടിരുന്നു, മറ്റേ നിങ്ങൾ രണ്ടാളോട് ഒരു തമിഴ് പാട്ടിന്റെ മറ്റേ ഒരു ഇത് ചെയ്തില്ലേ? കൊറേ ചെയ്തിട്ടുണ്ട്. അമ്മ എന്നാ സ്കൂളിലെ പോലെ അത് ഭയങ്കര വൈറലായി. അതൊക്കെ സെറ്റില് വെച്ചിട്ട് ഓൺ ദ സ്പോട്ട് വരുന്ന സാധനമാണ്. അതെ അതെ, അവള് വിളിക്കും ഐഷമ്മ വാ നമുക്ക് എന്തെങ്കിലും റീൽ ചെയ്യാന്ന് വിളിക്കും. ഓക്കെ ഡി, ഏത് ചെയ്യാം, ഇത് കൊല്ല, ഇത് ചെയ്യാന്ന് പറയും. അങ്ങനെ വെറുതെ ചെയ്യുന്നതാണ്, വെറുതെ ആയിട്ട്. അതെ അതെ ചെയ്യുന്നതാ. ഫാമിലി സപ്പോർട്ട് ഒക്കെ എങ്ങനെയാ? എന്റെ അമ്മയ്ക്ക് അവരുടെ കുഞ്ഞുനാളിൽ അഭിനയിക്കണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാളാണ്. സോ എന്റെ ചേച്ചിമാർ രണ്ടുപേരും ആക്ട്രസ് ആണ് തമിഴില്. സോ അങ്ങനെ ഞാനും കയറി വന്നു. ഭയങ്കര സപ്പോർട്ട്, ഫാമിലി സപ്പോർട്ടൊക്കെ ഭയങ്കരമാണ്. ഭയങ്കര സപ്പോർട്ടാണ്. അമ്മ വരാറുണ്ടോ, ഇവിടെ വരാറുണ്ടോ? ഇവിടെ ഫാമിലി ആയിട്ടാണ് ഞാൻ ഉണ്ടായിരുന്നത്. ഇപ്പൊ അമ്മ നാട്ടിൽ പോയിരിക്കുവാണ്. ഇവിടെ സ്കെഡ്യൂൾ തീരുമ്പോൾ ഞാൻ നാട്ടിൽ പോകും. അങ്ങനെ. അതെ അതെ അതെ. അപ്പൊ അതുപോലെ തന്നെ ഇപ്പം അവിടുത്തെ ഫ്രണ്ട്സ്, തമിഴ്നാട്ടിലെ ഫ്രണ്ട്സ്, അവരൊക്കെ എങ്ങനെയാണ്? ഇവിടുത്തെ സീരിയല് ഇതൊക്കെ കാണാറുണ്ടോ? തമിഴ്നാട്ടിലെ ഏഷ്യാനെറ്റ് അത്രയ്ക്കും കാണുന്ന ആളല്ല. പിന്നെ ഞാൻ സ്റ്റോറി ഇടുന്നതും പിന്നെ എൻ്റെ പോസ്റ്റൊക്കെ കാണുന്നതും അങ്ങനെ കാണും. അല്ല, അവർക്ക് അറിയാലോ ഇവിടെ ഇങ്ങനെ ഭയങ്കര, അതൊക്കെ അറിയാം. ഫാൻസ് കൂടുതൽ എവിടെയാ ശരിക്കും? ഇവിടെ കേരളത്തിൽ തന്നെയാണ്. കേരളത്തിൽ തന്നെയാ. ഫ്യൂച്ചറിൽ സെറ്റിൽ ആവാൻ ആഗ്രഹമുണ്ടോ ഇവിടെ? ഫ്യൂച്ചറിൽ എനിക്ക് ഈ സ്ഥലത്തിൽ സെറ്റിൽ ആകണമെന്നോ അങ്ങനെ ഓരോ സ്ഥലവും എനിക്കില്ല, ഒരു ഐഡിയ ഇല്ല. ഞാൻ എവിടെ ആയിരിക്കും എനിക്ക് തന്നെ ഒരു പിടിയില്ല. ലൈഫ് അൺപ്ലാൻഡ് ആയിട്ട് പോകുന്ന അങ്ങനെ ഒരാളാണ് ഞാൻ. ഇതാണ് ഇങ്ങനെയാണെന്ന് ഞാൻ പ്ലാൻ ചെയ്യൂല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് വന്നതും ഒക്കെ അൺപ്ലാൻഡ് ആയിരുന്നോ? അതെ അതെ, അൺപ്ലാൻഡ് ആയിരുന്നു. അപ്പൊ ഇതില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ പ്രൊഫഷൻ? അതങ്ങനെ ഞാൻ ആലോചിച്ചിട്ടില്ല. മേ ബി എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഒരു ഷെഫായിരിക്കാം. ഷെഫ് ആവാനായിരിക്കും താല്പര്യം. അപ്പം ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും ഇതേപോലെ എന്താ പറയാ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അങ്ങനെ? ഡ്രോയിങ്, പെയിന്റിങ്, പിന്നെ സ്പോർട്സിൽ ലോങ് ജമ്പ്. സ്പോർട്സ് ഗേൾ ആണ്. അങ്ങനെയല്ല, ഇങ്ങനെ ചോദിക്കുമ്പോൾ ആക്ടിവിറ്റീസ് ചോദിക്കുമ്പോൾ സ്കൂൾ ടൈമിൽ അതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ റൂട്ടിൽ പോയിട്ടില്ല. പിന്നെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുവാണെങ്കിൽ വിളിക്കും. മൗനരാഗത്തിൽ തന്നെ ഏതെങ്കിലും, ജസ്റ്റ് ഫോർ ഫൺ ചോദിക്കുക, ഏതെങ്കിലും ഒരു സീൻ, ആ സീൻ റീറൈറ്റ് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ കിട്ടിയാൽ അത് ഏത് സീനായിരിക്കും ചെയ്യുന്നത്? പെട്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒന്നും കിട്ടുന്നില്ല. അല്ല, അങ്ങനെ ഒന്നുമില്ല, ഒരു സീൻ പോലും ഇല്ല. ഇത് റീറൈറ്റ് ചെയ്തിരിക്കാം? ഇല്ല, എല്ലാം പെർഫെക്റ്റ് ആണ്. ഈ എന്താ പറയുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫാൻസ് ഒക്കെ വന്നിങ്ങനെ സംസാരിക്കുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ അയ്യോ ഇത്രയ്ക്ക് സ്നേഹമോ അങ്ങനെ ഞെട്ടിപ്പോയ സിറ്റുവേഷൻ ഉണ്ടോ? ഇപ്പോ ഡേ ബിഫോർ യെസ്റ്റർഡേ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയായിരുന്നു. അപ്പോൾ ഒരമ്മ എന്നെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് അവർ നെർവസ് ആയി. കൈയൊക്കെ ഇങ്ങനെ അയ്യോ ഞാൻ ശരിക്കും കാണുന്നുണ്ടോ എന്തെങ്കിലും തൊട്ട് കട്ടിപ്പിടിക്കട്ടെ അങ്ങനെയൊക്കെ. അപ്പൊ ഇത്രയും ഇഷ്ടായോ എന്നെ, അങ്ങനെ ഒരു ഇത് തോന്നി. അവർ പറഞ്ഞു ഞാൻ അമ്പലത്തിലേക്ക് വന്നത് എന്റെ ഭാഗ്യമാണ്, എന്നെ കണ്ടത് ഭാഗ്യമാണ്. ഞാൻ പറഞ്ഞു അയ്യോ ഇത്രയും വലിയ വാക്കുകളൊക്കെ അവർ യൂസ് ചെയ്യുന്നല്ലോ. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായി പോയി, ഭയങ്കര സന്തോഷമായിരുന്നു. ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആളാണല്ലോ, ഒരു കൈൻഡ് ഓഫ് ഇൻഫ്ലുവൻസർ എന്ന് പറയാം, ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ എപ്പോഴെങ്കിലും ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് ക്രിറ്റിസിസംസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ സൈഡിൽ നിന്നോ ഒരു ബെസ്റ്റ് ക്രിട്ടിക് അങ്ങനെ ഉണ്ടോ ഒരാള്? ഇല്ല. ക്രിട്ടിക് ഉണ്ടോ ലൈഫിൽ? ഇല്ല. ഫുൾ ടൈം പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആളുകൾ. അതെ. നോ നെഗറ്റിവിറ്റി ആരെങ്കിലും കൊണ്ടുവന്നാൽ അപ്പൊ അടിച്ചു പുറത്താക്കും. അതെ. ഈ സൊസൈറ്റീനെ എങ്ങനെയാണ് ഐശ്വര്യ നോക്കി കാണുന്നത്? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. ഞാൻ എൻ്റെ ജോലി നോക്കും, ഞാൻ എൻ്റെ കാര്യം നോക്കും, അത്രയേ ഉള്ളൂ. ഞാൻ സൊസൈറ്റിയെ കുറിച്ച് അങ്ങനെ ഒന്നും നോക്കാറില്ല. ഈ യാത്രകൾ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണോ? അതെ, ഭയങ്കര ഇഷ്ടം. എങ്ങനെയാ, സോളോ ട്രിപ്സ് ആണോ? സോളോ ട്രിപ്സ് പോവും, പിന്നെ ഫ്രണ്ട്സായിട്ടും പോവും,
ട്രിപ്പ് പോകും, അത്രേ ഉള്ളൂ. ഇതുവരെ പോയതിൽ വെച്ചിട്ട് ഏറ്റവും ഫേവറേറ്റ്, ഇനി എത്ര തവണ പോയാലും വീണ്ടും വീണ്ടും പോവാനായിട്ട് ആഗ്രഹമുള്ള ഒരു പ്ലേസ് ചോദിച്ചു കഴിഞ്ഞാൽ? ഋഷികേശ് ഉത്തരാഖണ്ഡാണ്. റീസൺ എന്താ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അമ്പലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര പീസ്ഫുൾ ആയ ഒരു സ്ഥലമാണ്. ഒരു പ്രാവശ്യമേ പോയിട്ടുള്ളൂ, ഋഷികേശ് പോയിട്ട് പിന്നെ കേദാർനാഥ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. എത്ര പ്രാവശ്യം പോകണം എനിക്ക് തോന്നിയാൽ ആ ഒരു പ്ലേസ് പോകണമെന്നുണ്ട്. ഈ അമ്പലങ്ങൾ അതൊക്കെ വിസിറ്റ് ചെയ്യാൻ കൂടുതൽ താല്പര്യം ശരിക്കും പറഞ്ഞാൽ ചില ആളുകൾക്ക് അവിടുത്തെ പീസ് ഇഷ്ടമായിരിക്കും, ചിലരാണെങ്കിൽ അത്രയും ദൈവവിശ്വാസം കൂടിയിട്ടായിരിക്കും. ചില ആളുകൾ ആ ഒരു പീസ് എൻജോയ് ചെയ്യാൻ വേണ്ടി പോകും. അതിൽ ഏത് കൂട്ടത്തിൽ പെടും ഐശ്വര്യ? ഞാൻ രണ്ടും ഉണ്ട്. പീസ് ആണ് മോസ്റ്റ്ലി ആഗ്രഹിക്കുന്ന ഒരാളാണ്. സോ അതിനു വേണ്ടി അതാണ് ഏറ്റവും സമാധാനം. ആ ഒരു അതെ അതെ അതെ. ഇപ്പൊ എത്ര വലിയ പ്രശ്നമാണെങ്കിലും അമ്പലത്തിൽ പോയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഒരു സമാധാനം കിട്ടുന്ന കൂട്ടത്തിലാണോ? അല്ല, എത്ര വലിയ പ്രശ്നമാണെങ്കിലും വെറുതെ ഇരുന്നാൽ ആ പ്രശ്നം തീരൂല്ല. അതിന്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. അതെ അതെ അതെ. സോ നമുക്ക് ഒരു ഹെൽപ്പിന് വേണ്ടി ഒരു പീസ് വേണോ അല്ലേ? അപ്പൊ ഞാൻ അമ്പലത്തിലേക്ക് പോണതും പിന്നെ മൗണ്ടൈൻസിലേക്ക് പോണതൊക്കെ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ യോഗ, മെഡിറ്റേഷൻ അതൊക്കെ എന്തെങ്കിലും? മെഡിറ്റേറ്റ് ചെയ്യും, പണ്ട് മുതലേ ചെയ്യും. പണ്ട് ഒരു 2-3 വർഷമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യും. ആ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഫീൽ കിട്ടുമല്ലേ, അത് ഒരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടായിരിക്കും ഞാൻ മേ ബി ഇവിടെ അമ്പലത്തിലേക്ക് പോകണതോ. അതുപോലെ അമ്പലത്തിൽ ഇരിക്കുമ്പോഴും ഒരു കൈൻഡ് ഓഫ് ഒരു അതെ അതെ, അത് ഹൈറ്റുള്ള ഒരു പ്ലേസിൽ പോയാൽ ആ ഒരു എനർജി നമുക്ക് കിട്ടുന്നത് നമുക്ക് തന്നെ ഫീൽ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഈ മൗനരാഗം സെറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ഒരു ഫണ്ണിയസ്റ്റ് ക്യാരക്ടർ അത് ആരുടെ ആയിരിക്കും? ക്യാരക്ടറിലാണോ അല്ല ശരിക്കും റിയൽ ലൈഫിൽ? റിയൽ ലൈഫിൽ ഫണ്ണി എന്ന് പറയുന്ന എല്ലാരും എപ്പോഴും ജോളിയാക്കി വെക്കുന്ന ലീഫ്. അതെ. എന്താണ് ആളുടെ സ്പെഷ്യാലിറ്റി? അവന് മിണ്ടാതിരിക്കൂല, എന്തെങ്കിലും പറഞ്ഞോണ്ട് കളിച്ചോണ്ട് അങ്ങനെ തന്നെ ഒരു ഫണ്ണി ആയിട്ട് നടക്കും. ഒരു പോസിറ്റിവിറ്റിയാണ് എല്ലാവർക്കും. നിങ്ങളുടെ ഒരു മെമ്മറീസ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ്, അതിന്റെ ഒരു കോർ എലമെന്റ് എന്താ? നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ഓരോ ഫ്രണ്ട്ഷിപ്പിനും ഓരോ സംഭവം ഉണ്ട്. ചിലപ്പം അവർ തമ്മിൽ എന്താ പറയാ, ഈ പറഞ്ഞ പോലെ മൂവീസ് ഇഷ്ടപ്പെടുന്നവരായിരിക്കും, ഒരേ ടേസ്റ്റ് ഉള്ളവരായിരിക്കും, അങ്ങനെ പല നിങ്ങളുടെ ആ ഒരു ഇതിൽ കോർ എലമെന്റ് എന്താ? ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. പറഞ്ഞതുപോലെ സ്കെഡ്യൂൾ സ്റ്റാർട്ട് ആകുമ്പോൾ ഞങ്ങൾ നേരിട്ട് കാണുമ്പോൾ എല്ലാം സംസാരിക്കും. കുറേ കാര്യങ്ങൾ ഫാമിലി വിഷയമായിരിക്കട്ടും ഏതായാലും ഞങ്ങൾ സംസാരിക്കും, ചിരിക്കും, കളിക്കും, എല്ലാം ചെയ്യും. സ്കെഡ്യൂൾ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവൻ അവൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഒരു കോൺടാക്റ്റും ഇല്ല. ഉണ്ടാവില്ല. അങ്ങനെയാണോ ഐശ്വര്യ? അതായത് ചില ആളുകൾ കാണും എപ്പോഴും ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തോണ്ടിരിക്കുന്നില്ല, ബട്ട് ഞാൻ അങ്ങനെയല്ല. ഞാൻ ഇങ്ങനെ എപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്ന ആളല്ല, പക്ഷെ നേരിട്ട് സംസാരിക്കുമ്പോൾ എവിടെ നമ്മൾ ഡ്രോപ്പ് ചെയ്തോ അവിടെ ഞാൻ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയാണ്. നമ്മളിപ്പോ മൗനരാഗം നോക്കിയാലും ആദ്യം മുതലേ തന്നെ ഏകദേശം ഒരേ കൈൻഡ് ഓഫ് കോസ്റ്റ്യൂംസ്, മേക്കപ്പ്, ലൈക്ക് ആ രീതിയിൽ ഇങ്ങനെ ഡെയിലി വരുന്ന സമയത്ത് എപ്പോഴെങ്കിലും ബോർ അടിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും എനിക്കൊന്ന് ചേഞ്ച് വേണം, ഈ പറയുന്ന ധാവണിയൊക്കെ ഒന്ന് മാറ്റണം വന്നിട്ടുണ്ട്. അങ്ങനെ പാവാട ചട്ട ഇടുമ്പോൾ ധാവണി ഇട്ടാൽ കൊള്ളാൻ തോന്നി, പിന്നെ ധാവണിയൊക്കെ ഇട്ടോണ്ടിരിക്കുമ്പോൾ സാരി ഉടുത്തിയാൽ കൊള്ളാൻ തോന്നി, പിന്നെ ടോപ്സ്, ചുടിദാർ, അങ്ങനെ. പക്ഷെ ഞാൻ എല്ലാം ഉടുത്തിട്ടുണ്ട്, എല്ലാ ഡ്രസ്സും ഉടുത്തിട്ടുണ്ട് മൗനരാഗത്തില്. അതിൽ തന്നെ കുറെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ. അതെ, നമ്മുടെ സേതുലക്ഷ്മി അമ്മയുണ്ട്, ബാലാജി ചേട്ടനുണ്ട്, ഒത്തിരി പേരുണ്ട്. ഈ ഓൾറെഡി ഐശ്വര്യ ഒരു ന്യൂ കമ്മർ ആയിരുന്നു മലയാളത്തിലോട്ട്. ഇവരെയൊക്കെ എങ്ങനെയായിരുന്നു ട്രീറ്റ് ചെയ്തത്? പേടിയുണ്ടായിരുന്നു ഇവരുടെ അടുത്തൊക്കെ ആദ്യം മിങ്കിൾ ചെയ്യാനായിട്ട്? പേടി അങ്ങനെ ഇല്ല, എനിക്ക് പറയാമോ എന്നൊന്നും അറിയില്ല. ആദ്യം വന്നപ്പോൾ ഞാൻ ആരടുത്തും മിണ്ടൂല്ല. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ഇൻട്രോവേർട്ടാണ്. ഞാൻ വരും, എൻ്റെ കാര്യം നോക്കും, അതൊക്കെ ഞാൻ വീണ്ടും എൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോകും. അത്ര അങ്ങനെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് എനിക്ക് മലയാളം അറിഞ്ഞൂടാ. ഒരാളെടുത്ത് സംസാരിക്കണമെങ്കിൽ ഹായ് പറയും, ബായ് പറയും, ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, അത്രയേ ഉള്ളൂ എൻ്റെ സംസാരം. പിന്നെ അപ്പോൾ സേതുലക്ഷ്മി അമ്മ അവര് വിചാരിച്ചു ഞാൻ ഭയങ്കര അഹങ്കാരിയാണ്. ഞാൻ പറയുന്നത് അഹങ്കാരം എന്ന വാക്ക് തമിഴിലും ഉണ്ട്. സോ എനിക്ക് ആ മീനിങ് മനസ്സിലായി. പറയും, അയ്യോ നമ്മളിങ്ങനെ വിചാരിച്ചിരിക്കുവാണോ. പിന്നെ അവരെൻ്റെ അടുത്ത് നേരിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും, എന്നെ കുറച്ച് അടുത്തുള്ള ആൾക്കാർക്ക് വഴക്ക് പറയുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു
ഇങ്ങനെ എനിക്ക് മലയാളം അറിയാത്തതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്, അങ്ങനെ ഒന്നും വിചാരിക്കണം. പിന്നെ ഇപ്പോഴെങ്കിലും ഭയങ്കര ഫ്രണ്ട്സ് ആണ്. ഞാൻ അമ്മയെ മോളെ ഞാൻ വിളിക്കും, സേതു മോളെ സുഖാണോ, ശത്രുക്കളായിരുന്നു ആദ്യ സമയത്ത്? ശത്രുക്കളല്ല, മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. അമ്മയുടെ വിചാരം ഞാൻ അഹങ്കാരിയാണെന്നുള്ളതാണ്. അതെ. അപ്പൊ റിയൽ ആയിട്ട് അപ്പൊ ആ സമയത്ത് അമ്മമ്മ ദേഷ്യപ്പെടുന്നതൊക്കെ മനസ്സിൽ നിന്ന് തന്നെ വരുന്നതാ? അല്ല, എനിക്കപ്പൊ ചിരി വരും. അമ്മ ഒരു കുഞ്ഞു പോലെയാണ്, കാണിക്കുമ്പോ എനിക്ക് ചിരിയാണ് വരുന്നത്.